Hey everyone, we have seen that the real cases are deviating from ideal behavior. In today's session, we will discuss the causes for these deviations from ideal behavior. ലോജിക്കൽ തിങ്കിങ്ങും അതുപോലെ തന്നെ കുറച്ച് എക്സ്പെരിമെൻ്റൽ റിസൾട്ട്സും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് കൈനറ്റിക് തിയറി ഇവോൾവ് ചെയ്ത് വന്നിട്ടുള്ളത്. ഇതാണ് ഐഡിയൽ ഗ്യാസ് ലോസിൻ്റെ ബേസിസ് എന്ന് നമുക്ക് പറയാം. അതിൽ മെയിനായിട്ട് രണ്ട് പോസ്റ്റുലേറ്റ്സ് ഉണ്ടായിരുന്നു. First one, the gas molecules are so small that their actual volume is negligible in comparison with the total volume occupied by the gas. And the second one was, there are no forces of attraction between the molecules. റിയൽ ഗ്യാസസ് ഐഡിയൽ ബിഹേവിയറിൽ നിന്ന് ഡീവിയേഷൻ കാണിക്കാൻ കാരണം മുകളിൽ പറഞ്ഞ ഈ രണ്ട് അസംഷൻസ് തെറ്റായതുകൊണ്ടാണ്. ഏത് ടെമ്പറേച്ചറും പ്രഷറും നമ്മൾ എടുത്തു കഴിഞ്ഞാലും റിയൽ ഗ്യാസസിൻ്റെ കേസിൽ ഈ രണ്ട് അസംഷൻസ് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കില്ല. ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ ഫസ്റ്റ് പോസ്റ്റുലേറ്റ് എടുക്കുക, ദിസ് കനോട്ട് ബി കറക്റ്റ്. കാരണം ഏത് ആക്ച്വൽ ഗ്യാസസിൻ്റെ മോളിക്യൂൾസ് എടുത്തു കഴിഞ്ഞാലും ദേ ഡു ഒക്കുപ്പൈ എ ഡെഫിനിറ്റ് വോളിയം. കാരണം കൈനറ്റിക് തിയറിയുടെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് നമ്മൾ കൊളീഷൻ ഡയമീറ്റർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കൺസിഡർ ചെയ്തിട്ടുള്ളത്. സോ ആ കാൽക്കുലേഷൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ എല്ലാ മോളിക്യൂൾസും ഒരു എഫക്റ്റീവ് വോളിയം പൊസസ് ചെയ്യുന്നുണ്ട്. ലോ പ്രഷറിലും ഹൈ ടെമ്പറേച്ചറിലായിരിക്കുന്ന സമയത്ത് ഒരു ഗ്യാസിൻ്റെ ടോട്ടൽ വോളിയത്തിനെ കമ്പയർ ചെയ്യുമ്പോൾ മോളിക്കുലാർ വോളിയം ഏകദേശം നെഗ്ലിജിബിളാണ്. പക്ഷേ ഹൈ പ്രഷറും ലോ ടെമ്പറേച്ചറും ആയിരിക്കുന്ന സമയത്ത് ഗ്യാസിൻ്റെ ടോട്ടൽ വോളിയം തന്നെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ അവിടെയുള്ള ഗ്യാസ് മോളിക്യൂൾസിൻ്റെ വോളിയം അത്യാവശ്യം സിഗ്നിഫിക്കൻ്റ് ആയിരിക്കും. സോ വി കനോട്ട് ഇഗ്നോർ ദ വോളിയം ഓഫ് ഗ്യാസ് മോളിക്യൂൾസ്. ഇനി സെക്കൻഡ് പോസ്റ്റുലേറ്റ് പ്രകാരം ദർ ആർ നോ ഫോഴ്സസ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ദി മോളിക്യൂൾസ്. അങ്ങനെയാണെങ്കിൽ ഹൈ പ്രഷറും ലോ ടെമ്പറേച്ചറും കൊടുക്കുന്ന സമയത്ത് എങ്ങനെയാണ് ഗ്യാസ് മോളിക്യൂൾസ് ലിക്വിഫൈ ആവുന്നത്? മോളിക്യൂൾസ് തമ്മിൽ യാതൊരു തരത്തിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷനും ഇല്ല എങ്കിൽ ലിക്വിഫാക്ഷനും പോസിബിൾ ആവില്ല. അതിനർത്ഥം ഗ്യാസ് മോളിക്യൂൾസ് ഡു അട്രാക്ട് വൺ അനദർ. അവർ തമ്മിലൊരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ നിലനിൽക്കുന്നുണ്ട്. ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ മാത്രമല്ല, ഫോഴ്സ് ഓഫ് റിപ്പൽഷനും മോളിക്യൂൾസ് തമ്മിലുണ്ട്. കാരണം കൊളീഷൻ ഡയമീറ്റർ എന്നുള്ളതിൻ്റെ കോൺസെപ്റ്റ് പ്രകാരം ഈ ഒരു ഡിസ്റ്റൻസിൽ എത്തിക്കഴിഞ്ഞാൽ മോളിക്യൂൾസ് തമ്മിലുള്ള റിപ്പൽസീവ് ഫോഴ്സ് വളരെ കൂടുകയും രണ്ട് മോളിക്യൂൾസിൻ്റെയും ഡയറക്ഷൻ റിവേഴ്സ് ചെയ്ത് ഡിഫറെൻറ്റ് ഡയറക്ഷൻസിൽ മൂവ് ചെയ്യുകയും ചെയ്യുന്നു. സോ വി ക്യാൻ സേ ഈ രണ്ട് ഫാക്ടേഴ്സ്, ഒന്ന് ഗ്യാസ് മോളിക്യൂൾസ് എല്ലാം തന്നെ എഫക്റ്റീവ് വോളിയം പൊസസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതും, സെക്കൻഡ് വൺ എല്ലാ ഗ്യാസ് മോളിക്യൂൾസിൻ്റെ ഇടയിലും ഒരു ഇൻ്റർ മോളിക്കുലാർ ഫോഴ്സ് നിലനിൽക്കുന്നുണ്ട് എന്നുള്ള കോൺസെപ്റ്റും കൺസിഡർ ചെയ്യാത്തതാണ് റിയൽ ഗ്യാസസ് ഐഡിയൽ ബിഹേവിയറിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്യാനുള്ള കാരണം. സോ ഈ രണ്ട് കോൺസെപ്റ്റും കൂടെ കൈനറ്റിക് തിയറിയിൽ ഉൾപ്പെടേണ്ടതായിരുന്നു. ലോ പ്രഷറും ഹൈ ടെമ്പറേച്ചർ ആവുന്ന സമയത്ത് ഈ രണ്ട് ഫാക്ടേഴ്സിനും വലിയ ഇൻഫ്ലുവൻസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ ഒരു ടൈമിൽ റിയൽ ഗ്യാസസ് ഐഡിയൽ ബിഹേവിയർ കാണിക്കും. ഇതിനൊരു സൊല്യൂഷനായിട്ടാണ് വാൻ ഡെർ വാൾസ് ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ആവുന്നത്. ജെ.ഡി. വാൻ ഡെർ വാൾസ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് 1873 നമുക്ക് ഇപ്പോൾ അറിയുന്ന ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ PV=nRT എന്ന് പറയുന്ന ഇക്വേഷനെ മോഡിഫൈ ചെയ്ത് റിയൽ ഗ്യാസസിൻ്റെ ബിഹേവിയറും കൂടെ അഡാപ്റ്റ് ചെയ്യുന്ന ഒരു ഇക്വേഷൻ ആക്കിയിട്ട് മാറ്റിയിട്ടുള്ളത്. അദ്ദേഹം ചെയ്തത് രണ്ട് ടേംസ് അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. ഒന്ന് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മോളിക്യൂൾസിൻ്റെ വോളിയം കൺസിഡർ ചെയ്യുന്നതും, മറ്റൊന്ന് മോളിക്യൂളിൻ്റെ ഇൻ്റർ മോളിക്കുലാർ അട്രാക്ഷൻ കൺസിഡർ ചെയ്യുന്നതുമാണ്. ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് ഐഡിയൽ ഗ്യാസ് ഇക്വേഷനെ മോഡിഫൈ ചെയ്തിട്ടുള്ള ഇക്വേഷനാണ് നമ്മൾ വിളിക്കുന്നത് വാൻ ഡെർ വാൾസ് ഇക്വേഷൻ. എൻ മോൾ ഓഫ് ഗ്യാസിന് നമുക്ക് വാൻ ഡെർ വാൾസ് ഇക്വേഷനെ P+AN²/V² ഇൻറ്റു V - NB = nRT എന്നെഴുതാം. ഇവിടെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാണാം, പ്രഷറിൻ്റെ കൂടെ ഒരു ടേമും വോളിയത്തിൻ്റെ കൂടെ ഒരു ടേമുമാണ് ആഡ് ചെയ്തിട്ടുള്ളത്. സോ ഇവിടെ എയും ബിയും വാൻ ഡെർ വാൾസ് കോൺസ്റ്റൻസ് ആണ്. അത് ഓരോ ഗ്യാസിനും ഡിഫറെൻ്റ് ആയിരിക്കും. ഇനി AN²/V² എന്ന് പറയുന്നതാണ് പ്രഷർ കറക്ഷൻ ടേം, ആൻഡ്
NB എന്ന് പറയുന്നതാണ് വോളിയം കറക്ഷൻ ടേം. ഇനി വാൻ ഡെർ വാൾസ് കോൺസ്റ്റൻസിൻ്റെ എൻ്റെയും ബിൻ്റെയും യൂണിറ്റ്സ് എന്താണെന്ന് നോക്കാം. സോ വാൻ ഡെർ വാൾസ് ഇക്വേഷൻ പ്രകാരം AN²/V² എന്ന് പറയുന്നത് പ്രഷർ കറക്ഷൻ ടേമാണ്. സോ AN²/V² പ്രഷറിൻ്റെ യൂണിറ്റ് തന്നെയായിരിക്കും ഉണ്ടായിരിക്കുക. അത് വെച്ച് SI യൂണിറ്റ്സിൽ യൂണിറ്റ് ഓഫ് എ എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. യൂണിറ്റ് ഓഫ് A ഇൻറ്റു N²ൻ്റെത് മോൾ സ്ക്വയർ ആണ്. വോളിയത്തിൻ്റെത് മീറ്റർ ക്യൂബ് ആണ്. സോ വോളിയം സ്ക്വയറിൻ്റെത് മീറ്റർ ക്യൂബ് ഹോൾ സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു, നമുക്കറിയാം ഇത് പ്രഷർ കറക്ഷൻ ടേം ആണ്, അതുകൊണ്ട് തന്നെ പ്രഷറിൻ്റെ യൂണിറ്റ് ആയിരിക്കും. സോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. On simplification, we will get unit of A is equal to Newton meter raised to 4 per mole square. ഇനി ഇതിന് നമുക്ക് മറ്റൊരു രീതിക്ക് എഴുതാം, പാസ്കൽ മീറ്റർ റൈസ് ടു 6 പെർ മോൾ സ്ക്വയർ. കാരണം പാസ്കൽ എന്ന് പറയുന്നത് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിന് ഈക്വലാണ്. ഇനി യൂണിറ്റ് ഓഫ് എ CGS യൂണിറ്റ്സിലാണ് എക്സ്പ്രസ് ചെയ്യുന്നത് എങ്കിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ടാവുകയുള്ളൂ. വോളിയത്തിൻ്റെ മീറ്റർ ക്യൂബ് എന്നുള്ളത് ലിറ്ററായിട്ട് മാറും. സോ വി ക്യാൻ ഗെറ്റ് യൂണിറ്റ് ഓഫ് എ ഇൻറ്റു മോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ ലിറ്റർ സ്ക്വയർ ഇസ് ഈക്വൽ ടു, പ്രഷറിലും ചെറിയൊരു മാറ്റമുണ്ട്. പ്രഷർ നമ്മൾ നേരത്തെ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണെങ്കിൽ CGSയിലോട്ട് വരുന്ന സമയത്ത് ഇറ്റ് ഈസ് ATM, അറ്റ്മോസ്ഫിയറിക് പ്രഷറാണ്. സോ ATM. ദെൻ യൂണിറ്റ് ഓഫ് എ ഇസ് ഈക്വൽ ടു ATM ലിറ്റർ സ്ക്വയർ പെർ മോൾ സ്ക്വയർ. ലിറ്ററിനെ നമുക്ക് DM ക്യൂബ് എന്ന് എഴുതാം, അതുകൊണ്ട് തന്നെ ലിറ്റർ സ്ക്വയറിന് DM റൈസ് ടു 6 എന്ന് എഴുതാം. സോ ATM DM റൈസ് ടു 6 പെർ മോൾ സ്ക്വയർ. ഇനി യൂണിറ്റ് ഓഫ് B നോക്കാം. അതിനു വേണ്ടി നമുക്കുള്ളത് വോളിയം കറക്ഷൻ ടേം NB ആണ്. അതിന് വോളിയത്തിൻ്റെ സെയിം യൂണിറ്റ് തന്നെ ആയിരിക്കും. സോ SI യൂണിറ്റ്സിൽ വരുമ്പോൾ NB എന്ന് വരുന്നത് മോൾ ഇൻറ്റു യൂണിറ്റ് ഓഫ് B എന്ന് പറയുന്നത് വോളിയത്തിൻ്റെ യൂണിറ്റ് തന്നെ, ദാറ്റ് ഈസ് മീറ്റർ ക്യൂബ് ആണ്. സോ യൂണിറ്റ് ഓഫ് B എന്ന് പറയുന്നത് മീറ്റർ ക്യൂബ് പെർ മോൾ. ഇനി അത് CGS യൂണിറ്റ്സിലോട്ട് മാറുന്ന സമയത്ത് മോൾ ഇൻറ്റു യൂണിറ്റ് ഓഫ് B എന്ന് പറയുന്നത് ലിറ്റർ ആയിട്ട് മാറും. കാരണം അവിടെ വോളിയത്തിൻ്റെ യൂണിറ്റ് ലിറ്റർ ആണ്. സോ യൂണിറ്റ് ഓഫ് B ഈസ് ഈക്വൽ ടു ലിറ്റർ പെർ മോൾ അല്ലെങ്കിൽ DM ക്യൂബ് പെർ മോൾ. ഇനി നമുക്ക് വാൻ ഡെർ വാൾസ് കോൺസ്റ്റൻസ് എയുടെയും ബിയുടെയും സിഗ്നിഫിക്കൻസ് പരിശോധിക്കാം. ഐഡിയൽ ഗ്യാസ് ഇക്വേഷനിൽ ഒരു പ്രഷർ കറക്ഷൻ ടേം ആയിട്ടാണ് എ എന്ന് പറയുന്നത് വാൻ ഡെർ വാൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ആക്ച്വലി ഈ എ എന്ന് പറയുന്നത് ഗ്യാസ് മോളിക്യൂൾസ് തമ്മിലുള്ള ഇൻ്റർമോളിക്കുലാർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ്റെ ഒരു മെഷറായിട്ടാണ്. അതായത് എത്രത്തോളം ഈസി ആയിട്ടാണ് ഗ്യാസിനെ ലിക്വിഫൈ ചെയ്യാൻ പറ്റും എന്നുള്ളതും എ ഇൻഡിക്കേറ്റ് ചെയ്യും. സോ എയുടെ വാല്യൂ ഗ്രേറ്റർ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഗ്യാസ് മോളിക്യൂൾസ് തമ്മിലുള്ള ഇൻ്റർമോളിക്കുലാർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടുതലാണ്. അതിനർത്ഥം വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ആ ഗ്യാസിനെ ലിക്വിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. വാൻ ഡെർ വാൾസ് കോൺസ്റ്റൻറ്റ് B വാൻ ഡെർ വാൾ ഐഡിയൽ ഗ്യാസ് ഇക്വേഷനിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് മോളിക്യൂൾസിൻ്റെ ആക്ച്വൽ വോളിയം കൺസിഡർ ചെയ്യുന്ന വോളിയം കറക്ഷൻ ടേം ആയിട്ടാണ്. സോ ഒരു ഗ്യാസിന് B എന്ന് പറയുന്നത് ഒരു ലാർജർ വാല്യൂ ആണെങ്കിൽ നമുക്ക് പറയാം ആ ഗ്യാസ് മോളിക്യൂളിൻ്റെ വോളിയം എന്ന് പറയുന്നത് ലാർജർ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ആ മോളിക്യൂളിൻ്റെ സൈസ് എന്ന് പറയുന്നതും ലാർജർ ആയിരിക്കും. സോ ലാർജർ വാല്യൂ ഓഫ് B indicates larger size of the molecule. Here I have included one table showing the van der Waals constant for some gases. ഇവിടെ നിങ്ങൾക്ക് SI യൂണിറ്റ്സിലുള്ള എയുടെയും ബിയുടെയും വാല്യൂ കാണാം. അതുപോലെ തന്നെ CGS യൂണിറ്റ്സിലുള്ള എയുടെയും ബിയുടെയും വാല്യൂ കാണാം ഫോർ ഡിഫറെൻറ്റ് ഗ്യാസസ്. Now let's mention the limitation of van der Waals equation. റിയൽ ഗ്യാസസിൻ്റെ ബിഹേവിയറിനെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട്
ഐഡിയൽ ഗ്യാസിൻ്റെ ഇക്വേഷനേക്കാളും സുപ്പീരിയർ ആയിട്ടുള്ള ഒരു ഇക്വേഷൻ തന്നെയാണ് വാൻ ഡെർ വാൾസ് ഇക്വേഷൻ. എങ്കിലും അതിനും റിയൽ ഗ്യാസിൻ്റെ ഒരു എക്സാക്റ്റ് ബിഹേവിയർ റീപ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല. അതായത് വാൻ ഡെർ വാൾസ് ഇക്വേഷനിൽ നിന്നും റിയൽ ഗ്യാസസ് ഒരു ഡീവിയേഷൻ കാണിക്കുന്നുണ്ട്. എസ്പെഷ്യലി ലോ ടെമ്പറേച്ചറും ഹൈ പ്രഷറും ആയിരിക്കുന്ന സമയത്ത് റിയൽ ഗ്യാസസിൻ്റെ ബിഹേവിയർ എക്സ്പ്ലെയിൻ ചെയ്യാൻ വാൻ ഡെർ വാൾസ് ഇക്വേഷന് സാധിച്ചിട്ടില്ല. മെയിനായിട്ടുള്ള കാരണം വാൻ ഡെർ വാൾസ് കോൺസ്റ്റൻസ് എയും ബിയും എക്സാക്റ്റ് ആയിട്ട് കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നില്ല. കാരണം അത് ടെമ്പറേച്ചറിനനുസരിച്ച് വേരി ചെയ്യുന്നുണ്ട്. സോ ഇതുകൊണ്ട് തന്നെ വാൻ ഡെർ വാൾസ് ഇക്വേഷനും റിയൽ ഗ്യാസസിൻ്റെ എക്സാക്റ്റ് ബിഹേവിയർ എക്സ്പ്രസ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല.